Program to find the factorial of a number. ഫാക്ടോറിയൽ എന്താണെന്ന് എല്ലാവർക്കും അറിയുണ്ടാവും. എൻ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു അങ്ങനെ എൻ വരെ മൾട്ടിപ്ലൈ ചെയ്തതാണ്. അതായത് എൻ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 മുതൽ എൻ വരെയുള്ള ഇൻറ്റിജേഴ്സിൻ്റെ പ്രോഡക്റ്റിനെയാണ് നമ്മൾ എൻ ഫാക്ടോറിയൽ എന്ന് പറയാം. അതുപോലെ 0 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ആണ്. ദെൻ നെഗറ്റീവ് നമ്പേഴ്സിന് ഫാക്ടോറിയൽ ഡിഫൈൻ ചെയ്തിട്ടില്ല. ഇത്രയും കാര്യങ്ങൾ ഓർക്കണം ഫാക്ടോറിയലിനെ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് ഇൻറ്റീജർ ആയിരിക്കണം. പോസിറ്റീവ് ഇൻറ്റീജർ ഇൻപുട്ടായിട്ട് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ടായിട്ട് നമുക്ക് അതിൻ്റെ ഫാക്ടോറിയൽ ആയിരിക്കും കിട്ടുക. അപ്പോൾ ഇൻപുട്ടിൻ്റെ ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇൻറ്റീജർ ആയിരിക്കും. അത് പോസിറ്റീവ് ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ പിന്നെ ഒരു ഇഫ് വെച്ചിട്ടൊക്കെ ചെക്ക് ചെയ്യണം. ഒരു ഇൻറ്റീജർ ആയിട്ടാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ടത്. ഇനി ഔട്ട്പുട്ടിൻ്റെ ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ എപ്പോഴും കുറച്ച് വലിയ വാല്യൂ ഒക്കെയാണ് വരിക. അപ്പോൾ ഒരു ഇൻറ്റീജർ ആയിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻറ്റീജറിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 16 ബിറ്റ്സ് ആണ് ഇൻറ്റീജർ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ 2⁻15 - 1 ആയിരിക്കും അതിനകത്ത് സ്റ്റോർ ചെയ്യാവുന്ന മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ. അത് 32767 ആണ്. അപ്പോൾ നമുക്കിപ്പോൾ 10 ഫാക്ടോറിയൽ എന്നൊക്കെ തന്നെ എടുക്കുകയാണെങ്കിൽ അത് ഇതിനേക്കാളും വലിയൊരു നമ്പറാണ് വരിക. അപ്പോൾ അതുകൊണ്ട് ഫാക്ടോറിയലിന് വേണ്ടി നമ്മൾ എടുക്കുന്ന വേരിയബിളിൻ്റെ ഡേറ്റ ടൈപ്പ് ഇൻറ്റിജറിനേക്കാളും നല്ലത്, ഇൻറ്റിജറിനേക്കാളും കുറച്ചും കൂടെ സൈസ് ഉള്ളൊരു ഡേറ്റ ടൈപ്പ് എടുക്കുന്നതാണ്. അതുകൊണ്ട് ലോങ് ഇൻറ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് n എന്നൊരു നമ്പർ ഇൻപുട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത് 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു അങ്ങനെ n വരെ മൾട്ടിപ്ലൈ ആണ് വേണ്ടത്. അതായത് നമ്മുടെ കയ്യിലിപ്പോൾ ഫാക്ടോറിയലിന് വേണ്ടി ഞാൻ ഫാക്ട് എന്നൊരു വേരിയബിൾ എടുക്കുകയാണെങ്കിൽ ഫാക്ട് എന്ന് പറഞ്ഞ വേരിയബിളിനകത്തേക്ക് ആദ്യം 1 വെക്കണം. അത് കഴിഞ്ഞിട്ട് ആ 1 2 മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് അത് ഫാക്റ്റിൽ തന്നെ വെക്കുക. അത് കഴിഞ്ഞിട്ട് അപ്പോൾ 1ൻ്റെയും 2ൻ്റെയും പ്രോഡക്റ്റ് അവിടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ആ പ്രോഡക്റ്റിനോട് 3 മൾട്ടിപ്ലൈ ചെയ്യുക. അതിനെ ഫാക്റ്റിൽ തന്നെ നമ്മൾ സൂക്ഷിക്കും. അപ്പോൾ 1 ഇൻറ്റു 2 ഇൻറ്റു 3 എന്ന് പറയുന്നത് ഫാക്റ്റിലിരിക്കുകയാണ്. ഇനി അതിനോട് 4 മൾട്ടിപ്ലൈ ചെയ്യാം, പിന്നെ 5 മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ നമ്മൾ n വരെയുള്ള നമ്പേഴ്സ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അതാണ് ഫാക്ടോറിയലിന് പ്രോഗ്രാമിൽ ചെയ്യേണ്ടത്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൾട്ടിപ്ലിക്കേഷൻ ആ ഒരൊറ്റ ഓപ്പറേഷൻ മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു ലൂപ്പ് വെച്ചിട്ട് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യാം. ഞാനിവിടെ ഫോർ ലൂപ്പാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് പോർഷൻ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ലൂപ്പ് എഴുതിയിട്ടില്ല, അതിന് മുന്നേ വരുന്ന കുറച്ച് പോർഷൻ മാത്രം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വേരിയബിൾ ഡിക്ലറേഷൻ നം ഐ അങ്ങനെ 2 വേരിയബിൾസ് ഞാൻ ഡിക്ലെയർ ചെയ്തു. നം എന്നുള്ളതാണ് ഫാക്ടോറിയൽ കണ്ടുപിടിക്കേണ്ട നമ്പറിന് ഞാൻ നം എന്നാണ് കൊടുത്തത്, n എന്നല്ല. ദെൻ ഐ ലൂപ്പ് വേരിയബിളായിട്ട് 1 മുതൽ n വരെ പോകുന്ന ഒരു ലൂപ്പാണ് ഈ മൾട്ടിപ്ലിക്കേഷന് വേണ്ടി നമുക്ക് വേണ്ടത്. അപ്പോൾ അതിൻ്റെ ലൂപ്പ് വേരിയബിൾ ലൂപ്പ് കൺട്രോൾ വേരിയബിളായിട്ട് ഐ എന്നൊരു വേരിയബിളാണ് എടുക്കാൻ പോണത്. ദെൻ ഫാക്ട് എന്നാണ് ഫാക്ടോറിയൽ സ്റ്റോർ ചെയ്യാനായിട്ടുള്ള വേരിയബിൾ എടുക്കണത്. അതിൻ്റെ സൈസ് ഡേറ്റ ടൈപ്പ് ലോങ് ഇൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ എൻ്റർ എ നമ്പറിന് ഞാൻ മെസ്സേജ് കൊടുത്തിട്ടുണ്ട് പ്രിന്റ് ചെയ്യാൻ. നിങ്ങൾക്ക് എൻ്റർ എ പോസിറ്റീവ് ഇൻറ്റിജർ അങ്ങനെ എന്തെങ്കിലും മെസ്സേജ് കൊടുക്കാം. എന്നുവെച്ചാൽ അത് എൻ്റർ ചെയ്യുന്ന ആൾക്ക് പോസിറ്റീവ് നമ്പറിന് എൻ്റർ ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ കൊടുത്താലും ഒരാൾക്ക് നെഗറ്റീവോ 0 എന്ത് വേണമെങ്കിലും എൻ്റർ ചെയ്യാം. നമ്മൾ ജസ്റ്റ് ഒരു മെസ്സേജ് കാണിക്കണമെന്ന് മാത്രം. ഇനി നം റീഡ് ചെയ്തു ഇവിടെ. അത് കഴിഞ്ഞിട്ട് ആദ്യം തന്നെ നോക്കുകയാണ് നം <0 ആണോന്ന്. <0 ആണെങ്കിൽ ഫാക്ടോറിയൽ ഇസ് നോട്ട് ഡിഫൈൻഡ് ഫോർ നെഗറ്റീവ് നമ്പേഴ്സ് അങ്ങനെ എന്തെങ്കിലും ഒരു മെസ്സേജ് കാണിക്കുക. ഇവിടെ ഒരു മെസ്സേജ് കാണിക്കണമെന്ന് പറയാൻ വേണ്ടി മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു തുടക്കം എഴുതിയിട്ടേ ഉള്ളൂ. മെസ്സേജ് കംപ്ലീറ്റ് ആയിട്ട് എഴുതുക. ഇനി <0 അല്ല, അതായത് 0യോ പോസിറ്റീവോ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് അതിന് ഫാക്ടോറിയൽ ഉള്ളൂ. അപ്പം അതിൻ്റെ എൽസിലാണ് നമ്മൾ ഇനി എഴുതാൻ പോണേ. ബാക്കി ഞാൻ ഇവിടെ എഴുതാം. അപ്പം നമുക്കിവിടെ ഒരു ഇതല്ല എന്നുണ്ടെങ്കിൽ, അതായത് നെഗറ്റീവ് നമ്പർ അല്ല എന്നുണ്ടെങ്കിൽ, ഇത് പോസിറ്റീവ് ആണെങ്കിലത്തെ കേസ് എഴുതുകയാണ്. പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ഐ എന്ന് പറഞ്ഞ വേരിയബിൾ നമ്മൾ ലൂപ്പ് വേരിയബിൾ ആയിട്ടാണ് എടുക്കുന്നത്. ആ ലൂപ്പ് വേരിയബിൾ വെച്ച് തന്നെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 1 മുതൽ n വരെ പോകുന്നതാണ് ലൂപ്പ് വേരിയബിൾ. അപ്പോൾ ആ ലൂപ്പ് വേരിയബിളിനെ ആദ്യം 1 എടുക്കുമ്പോൾ 1 വെച്ചിട്ട് ഫാക്ടോറിയലിനെ മൾട്ടിപ്ലൈ ചെയ്യും, പിന്നെ 2 വെച്ചിട്ട് 3 വെച്ചിട്ട് അങ്ങനെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഐ പോകേണ്ടത് നം വരെയാണ്. 1 മുതൽ നം വരെ i++1 വെച്ചിട്ടാണ് ഇൻക്രിമെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് എഴുതേണ്ടത് ഫാക്ട് എന്ന് പറഞ്ഞ വേരിയബിളിനകത്തേക്കാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ കറന്റ്ലി ഫാക്റ്റിൻ്റെ ഇപ്പം നമ്മൾ സപ്പോസ് നമ്മളിപ്പോൾ ഫാക്റ്റിനകത്ത് 6 ഉണ്ട്, അതായത് 1 ഇൻറ്റു 2 ഇൻറ്റു 3 ചെയ്തിട്ട് ഫാക്റ്റിനകത്ത് 6 ഉണ്ടെന്ന് വിചാരിക്കുക. അടുത്തത് ചെയ്യേണ്ടത് എന്താണ്? 6നെ 4 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 1 ഇൻറ്റു 2 ഇൻറ്റു 3 കഴിഞ്ഞ് അടുത്തത് ഇൻറ്റു 4 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ 6നെ 4 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് ഫാക്റ്റിൽ തന്നെ വെക്കണം. അപ്പോൾ ഇതാണ് ഫാക്റ്റിൻ്റെ കറന്റ് വാല്യൂ. അതായത് ഫാക്ട് എന്ന് പറയുന്നത് ഇപ്പം 6 ആണ്. അത് ഇൻറ്റു 4 ചെയ്താൽ നമുക്കൊരു റിസൾട്ട് കിട്ടും. അതാണ് അതായത് 1 ഇൻറ്റു 2 ഇൻറ്റു 3 ചെയ്തിട്ട് ഫാക്റ്റിനകത്ത് 6 ഉണ്ടെന്ന് വിചാരിക്കുക. അടുത്തത് ചെയ്യേണ്ടത് എന്താണ്? 6നെ
4 ആയിട്ട് മൾട്ടിപ്ലൈ ആണ്. 1 ഇൻറ്റു 2 ഇൻറ്റു 3 കഴിഞ്ഞ് അടുത്തത് ഇൻറ്റു 4 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ 6നെ 4 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് ഫാക്റ്റിൽ തന്നെ വെക്കണം. അപ്പോൾ ഇതാണ് ഫാക്റ്റിൻ്റെ കറൻറ്റ് വാല്യൂ. അതായത് ഫാക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ 6 ആണ്, അത് ഇൻറ്റു 4 ചെയ്താൽ നമുക്കൊരു റിസൾട്ട് കിട്ടും. അതാണ് ഫാക്റ്റിലേക്ക് തന്നെ വെക്കേണ്ടത്. അപ്പോൾ ഈ ഓപ്പറേഷനാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത്. അപ്പോൾ ഫാക്റ്റ് ഈക്വൽ ടു കറൻറ്റ് വാല്യൂ ഓഫ് ഫാക്റ്റ് ഇൻറ്റു ലൂപ്പ് വേരിയബിളിൻ്റെ വാല്യൂ. അതായത് ഇത് 1 ആവുന്ന സമയത്ത് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ദെൻ 2 കൊണ്ട് 3 കൊണ്ട് അങ്ങനെ n വരെയാണ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നോക്കുക, ഫസ്റ്റ് കേസിൽ ഇത് 1 ആയിരിക്കും. 1 ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഫാക്റ്റ് എന്ന് പറഞ്ഞ വേരിയബിളിൽ എന്താ വരണ്ടേ? ഫാക്റ്റ് ഇൻറ്റു ഐ ചെയ്താൽ നമുക്ക് 1 കിട്ടാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ 1 കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഫാക്റ്റിനകത്ത് ആദ്യം നമ്മൾ എന്തെങ്കിലും ഒരു വാല്യൂ വെച്ചിട്ടുണ്ടാവണം. അതുകൊണ്ട് എൽസിനകത്ത് ആദ്യം എഴുതേണ്ടത് ഫാക്റ്റ് ഈക്വൽ ടു 1. അതായത് ഇതിനകത്ത് നമ്മൾ 1 വെച്ചിട്ടില്ലെങ്കിൽ നമുക്കൊരു ഗാർബേജ് വാല്യൂ ആണ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇവിടെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 1 തന്നെ റിസൾട്ട് കിട്ടണം. അതുകൊണ്ട് ആദ്യം നമ്മൾ ഫാക്റ്റിനകത്ത് 1 അവിടെ വെച്ചു. അപ്പം ഇനി നോക്കുക, നമുക്ക് 5 ഫാക്ടോറിയലാണ് കണ്ടുപിടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ആദ്യം ഫാക്റ്റിനകത്ത് 1 വെച്ചു, ദെൻ ഐ 1 ആയി, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണ്. ഫാക്റ്റ് ഈക്വൽ ടു ഫാക്റ്റ് ഇൻറ്റു ഐ എന്ന് പറയുമ്പോൾ ഫാക്റ്റ് ഇപ്പോൾ 1 ആണ്, 1 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ 1 കിട്ടും, അത് ഫാക്റ്റിലേക്ക് വെച്ചു. ഇപ്പോൾ ഫാക്റ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അത് കഴിഞ്ഞിട്ട് ഐ 2 ആയി, 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണ്. ഇവിടെ വന്നു ഫാക്റ്റ് ഇൻറ്റു ഐ ചെയ്തു, 1 ഇൻറ്റു 2 ചെയ്തു, ഫാക്റ്റിലേക്ക് വെച്ചു. അപ്പോൾ 1 ഇൻറ്റു 2 ആണ് ഇപ്പോൾ ഫാക്റ്റിലുള്ളത്. ഇനി ഐ ഇൻക്രിമെൻറ്റ് ചെയ്തു, 3 ആയി, 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണ്. ഇവിടെ വന്നു ഫാക്റ്റ് ഇൻറ്റു ഐ ചെയ്തു, ഫാക്റ്റിൽ ഇപ്പോൾ 1 ഇൻറ്റു 2 ഉണ്ട്, ഇൻറ്റു ഐ ഇപ്പോൾ 3 ആണ്, ഇൻറ്റു 3 ചെയ്തു, അത് ഫാക്റ്റിലേക്ക് തന്നെ വെച്ചു. അപ്പോൾ ഇപ്പോൾ ഫാക്റ്റിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ആണ്. ഇനി ഐ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തു, 4 ആയി, അപ്പോൾ നമ്മൾ ഇൻറ്റു 4 ചെയ്യും. ഇനി ഇത് 5 ആവുന്ന സമയത്ത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണ്, ഇൻറ്റു 5 ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഐ 6 ആവുന്ന സമയത്ത് കണ്ടീഷൻ ഫോൾസ് ആവും, താഴേക്ക് വരും. അപ്പോൾ 5 വരെ ഇത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫാക്ടോറിയൽ ഇപ്പോൾ ഫാക്റ്റ് എന്ന് പറഞ്ഞ വേരിയബിൾ ഉണ്ട്. പുറത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫാക്ടോറിയൽ പ്രിന്റ് ചെയ്യണം. പ്രിന്റ് എഫ് ഫാക്ടോറിയൽ ഓഫ് 5s എന്നാണ് വരേണ്ടത്. അപ്പോൾ ഫാക്ടോറിയൽ ഓഫ് പെർസെൻറ്റേജ് ഡി എസ് പെർസെൻറ്റേജ് എൽ ഡി എന്നാണ് ലോങ് ഇൻറ്റ് പ്രിന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുക. അപ്പോൾ ഇവിടെ വരേണ്ടത് നമ്മൾ എൻ്റർ ചെയ്ത നമ്പർ ഏതാണെന്ന് വെച്ചാൽ അതാണ്. ദെൻ ഇവിടെ വരേണ്ടത് ഫാക്ടോറിയലാണ്. ഇനി നമുക്കിവിടെ 0 ആവുന്ന കേസ് നോക്കാം. 0 ആവുമ്പോൾ നമുക്ക് 0 ഫാക്ടോറിയൽ 1 എന്നാണ് വരേണ്ടത്. അപ്പോൾ 0 ആവുമ്പോൾ ഇവിടെ ഈ കണ്ടീഷൻ ഫോൾസ് ആണ്, എൽസിൽ വരും. ഫാക്ടോറിയൽ ആദ്യം തന്നെ 1 ആയിട്ട് സെറ്റ് ചെയ്യും. ദെൻ ഐ 1 ആക്കി, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നം ഇപ്പോൾ 0 ആണ്. അപ്പോൾ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ കണ്ടീഷൻ ഫോൾസ് ആണ്, അപ്പോൾ ലൂപ്പിനകത്ത് കയറില്ല. ഇത് ട്രൂ ആണെങ്കിൽ മാത്രമേ ഫോർ ലൂപ്പിൽ കയറും. അപ്പോൾ ഈ ഫോർ ലൂപ്പിൽ കയറാതെ ഇവിടെ വരും ഫാക്ടോറിയൽ ഓഫ് 0 ഇസ് ഫാക്റ്റ് ഇപ്പോൾ 1 ആണ്. അപ്പോൾ ഫാക്ടോറിയൽ ഓഫ് 0 ഇസ് 1 എന്ന് വരും. അപ്പോൾ 0യുടെ കേസ് പ്രത്യേകമായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യേണ്ടി വരില്ല. അപ്പോൾ അതുകൊണ്ട് ലെസ് ദാൻ 0 ആണെങ്കിൽ നോട്ട് ഡിഫൈൻഡ് എന്ന് പറഞ്ഞു, ഈക്വൽ ടു 0 ആണെങ്കിലും ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിലും ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതിയാൽ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും. എൽസ് ക്ലോസ് ചെയ്തു, മെയിൻ ക്ലോസ് ചെയ്തു. ഇത്രയാണ് ഫാക്ടോറിയലിൻ്റെ പ്രോഗ്രാമിനകത്ത് ചെയ്യാനുള്ളൂ. ഇനി നിങ്ങൾക്കത് പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിപ്പോൾ 5 ഫാക്ടോറിയൽ ഈക്വൽ ടു അങ്ങനെയാണ് പ്രിൻറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ പ്രിൻറ്റ് എഫിനകത്ത് പെർസെൻറ്റേജ് ഡി ഈക്വൽ ടു പെർസെൻറ്റേജ് എൽ ഡി ഇങ്ങനെ കൊടുത്താൽ മതി. അതായത് ഇവിടെ നം വരണം, ഇവിടെ ഫാക്റ്റും വരണം, ഇങ്ങനെ കൊടുത്താൽ മതി. ഫാക്ടോറിയൽ നമ്മൾ സാധാരണ ഇങ്ങനെയാണല്ലോ എഴുതാറ്. അപ്പം അങ്ങനെ ഔട്ട്പുട്ട് വരേണ്ടതെന്നുണ്ടെങ്കിൽ പ്രിൻറ്റ് എഫ് ആ രീതിയിൽ കൊടുക്കും.